ലൂസി സാറിന് ഇങ്ങനെ ഈ കുട്ടികൾ ആവശ്യപ്പെട്ടിട്ട് എന്തെങ്കിലും ആണോ ഈ വീഡിയോ എടുത്തത്? അതല്ല സംശയം തോന്നി? അല്ലല്ല നമ്മള് ഈ വലിയ വലിയ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും ബിഫോർ ആഫ്റ്റർ യാ. ബിഫോറും ആഫ്റ്ററും ട്രീറ്റ്മെന്റ് എടുക്കും. അവരുടെ മുഖം അങ്ങനെ കാണിക്കാറില്ല. ഉം. നമ്മളതെടുത്ത് അവരെ തന്നെ കാണിക്കും. നാളെ വന്നൊരു കംപ്ലൈന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് വിട്ടു എന്നുള്ള, പിന്നെ വീട്ടിൽ ചെന്ന് അത് സ്പോയിൽ ആയാലും ഒക്കെ നമുക്ക് ഒരു പ്രൂഫ് ഉണ്ടല്ലോ. ഓക്കെ. അങ്ങനെ യൂഷ്വലി നമ്മൾ അവരുടെ മുഖം കാണിക്കാറില്ല. ഇതിനകത്ത് ബൈ മിസ്റ്റേക്കിൽ ഒരു കൊച്ചിന്റെ ടീച്ചർ മുഖം കാണുന്നുണ്ട്, മറ്റേ കൊച്ചിന്റെ മുഖം കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ആ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ എടുക്കാൻ നിങ്ങൾക്ക് തോന്നിയതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ മുംബൈയിൽ ആ, നമ്മൾ അവരെത്തിയെന്ന് എല്ലാവരുടെയും കൺഫേം ചെയ്യാൻ എടുക്കാറുണ്ട്. കഴിഞ്ഞത്. അതെ, എല്ലാവരുടെയും വീഡിയോസ് എടുക്കാറുണ്ട്. അതുകൊണ്ട് അത് കൺഫേം ആക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ ആക്ച്വലി ഇങ്ങനെ പിള്ളേർ മിസ്സിംഗ് ആകുന്നുള്ള ന്യൂസ് ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ലൂസി, പിന്നെ അത് നിങ്ങളുടെ സലൂണിൽ നിന്ന് മുംബൈ CST റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരുപാട് ദൂരമുണ്ടോ അതോ അടുത്താണോ? ഡിസ്റ്റൻസ് 5 മിനിറ്റ് പോലും ഇല്ല, 3 മിനിറ്റ്. കുട്ടികൾ ഇനി എങ്ങോട്ടേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത്? അവര് CST അന്നേരം CSTയിലേക്കാ പോയത്. ഇനിയിപ്പോ ഏതെങ്കിലും ട്രെയിൻ കയറിയോ എന്ന് നമുക്കറിയത്തില്ല. കാരണം അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പനവേലി പോകണം, അവിടെ കല്യാണമാണ്, ഞങ്ങളുടെ വേറെ ഫ്രണ്ട്സും ഉണ്ട് എന്നൊക്കെയാ പറഞ്ഞത്. അപ്പൊ ബസ്സിന് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ബസ്സിന് പോകണമെങ്കിൽ ഒത്തിരി ദൂരം, ആരും ബസ്സിന് പോകത്തില്ല, ഉം. ഇന്ന് കയറി നാളെ എത്തത്തുള്ളൂ. ട്രെയിൻ CST ചെന്നിട്ട് ഡയറക്റ്റ് പനവേലിനുള്ള ട്രെയിൻ കയറിയാൽ മതി, നിങ്ങൾക്ക് അധികം സമയം ആകത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും എന്റെ ഡ്രൈവർ അത് മലയാളിയാ. ഓക്കെ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളിയും പറയുന്നത്. അപ്പൊ ഇറങ്ങിക്കഴിഞ്ഞപ്പം അയാളോട് ചോദിച്ചു CST സ്റ്റേഷൻ എങ്ങനെയാ പോകുന്നത് മലയാളത്തിൽ ചോദിച്ചെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ അയാൾ കാണിച്ചും കൊടുത്തു വിടുന്നുണ്ട്, ഇങ്ങനെ അങ്ങ് പോയാൽ മതി, കാണിച്ചു ചൂണ്ടി അവരങ്ങ് പോയി. ഇത് ഈ പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പൊ അതായത് അവർ CSTയിലേക്കാണ് പോയിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി നമുക്ക് അറിയത്തില്ല. അവർക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന മൊബൈൽ ലൊക്കേഷനും ഏറ്റവും അവസാനം ലഭിച്ച അവരുടെ കൈവശമുണ്ട് എന്ന് കരുതുന്ന ഒരു ഫോണിന്റെ ലൊക്കേഷൻ ഏറ്റവും അവസാനമായി ലഭിച്ച CST പരിസരത്ത് നിന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പോഴും അവരവിടെ തുടരുന്നുണ്ടോ എന്നൊരു സംശയത്തിലൊക്കെയാണ് അന്വേഷണ സംഘം എന്ന് ഓക്കെ ഓക്കെ മനസ്സിലാകുന്നു. ഓക്കെ